കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 23-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് പറയുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഒരു മനുഷ്യ ജീവിതത്തിൽ വരുന്ന ചില കഷ്ടപ്പാടുകൾ, വേദനകൾ, പോരാട്ടങ്ങളും അവസാനം മരണത്തിൻ്റെ താഴ്വര വരെ കടന്നു പോകുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങൾ ഉണ്ട്. അപ്പോൾ അതേപോലെ ആ കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയ ദാവീദ് ഭക്തൻ പറയുകയാണ്, ഞാൻ കൂരിരുൾ താഴ്വരയിൽ കൂടെ ഞാൻ കടന്നു പോയാലും എനിക്കൊരു ഭയവുമില്ല. എന്തെന്ന് വെച്ചാൽ കർത്താവ് എന്നോട് കൂടെ ഉണ്ട്, അവൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും എന്ന്. എൻ്റെ പ്രിയ ദൈവമക്കളെ, വടിയും കോലും എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ആ ഒരു താലോടുതലും ആ ഒരു ആശ്വാസമായ വാക്കുകളും നമുക്ക് ആശ്വാസമായി തീരുന്നു. പ്രിയ ദൈവ പൈതലേ, നാം നമ്മോട് കൂടെ ഇരിപ്പാനും നമ്മോട് കൂടെ സഞ്ചരിപ്പാനും അതേപോലെ ഏത് കഷ്ടസമയത്തും കൂടെ ഇരിക്കാമെന്ന് പറയുന്ന പലരും നമുക്ക് അവസാനമാകുമ്പോൾ നമ്മുടെ അടുത്ത് കാണത്തില്ല. പക്ഷേ എപ്പോഴും അവസാനം വരെ കൂടെ വരുന്ന ഒരു യഹോവ നമുക്ക് ഉണ്ട് എന്ന് നാം മറന്നു കളയരുത്. കഷ്ടസമയത്ത് യഹോവയെ നാം മുറുകെ പിടിക്കണം. ഞാൻ ഒരു ദിവസം രാത്രി എൻ്റെ കട്ടിലിരുന്ന് എൻ്റെ ദുഃഖം സഹിക്കുവാൻ വയ്യാതെ ദൈവത്തെ ഓർത്ത് ഞാൻ ദൈവസന്നിധിയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് എൻ്റെ റൂമിനകത്ത്, ഞാൻ ഇതിനു മുമ്പേയും പറഞ്ഞിട്ടുണ്ട് സാക്ഷിയിൽ കൂടെ, എൻ്റെ മിന്നാമിനുങ്ങ് കയറി വന്നു. പക്ഷേ അന്ന് ഞാൻ ജനലൊക്കെ പൂട്ടിയിട്ടിരുന്ന ജനലാണ്. അപ്പോൾ അതൊക്കെ തുറന്ന് ഞാൻ പുറത്ത് വിട്ടു. അതിനുശേഷം പിറ്റേ ദിവസം 2 വന്നു. ആ 2 ഞാൻ പുറത്ത് വിട്ടു. പക്ഷേ അതിനുശേഷം ആ ഒരു മിന്നാമിനുങ്ങിനെ അതിനു മുമ്പോ അതിന് ശേഷമോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അന്ന് ആ രാത്രി ആത്മാവ് എന്നോട് സംസാരിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഒരു ദൈവ പൈതൽ ഈ മിന്നാമിനുങ്ങിനെ പോലെയാണ്. എത്ര കൂരിരുട്ടിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോയാലും തങ്ങളിലുള്ള ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് അതെല്ലാം മറന്നുകിടന്ന് പോകുവാൻ സാധിക്കും എന്ന്. എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു കൂരിരുട്ടിൽ കൂടെ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എവിടെയും ഇരുട്ടായിരിക്കുമ്പോൾ തനിക്ക് തൻ്റെ ശരീരത്തിലുള്ള ചെറിയൊരു പ്രകാശം കൊണ്ട് ഈ ലോകത്തെ ഒന്നും വകവയ്ക്കാതെ പറന്നു തീങ്ങുന്ന ഈ ഒരു മിന്നാമിനുങ്ങിനെ പോലെ ഈ ലോക ജീവിതത്തിൽ എല്ലാം ഇരുണ്ടു പോയാലും നമുക്ക് ഒരു പ്രത്യാശ ഉണ്ട്. കർത്താവിൻ്റെ മുഖത്തിൽ നോക്കുമ്പം ഉള്ള ആ ഒരു പ്രകാശം. ഒരു ദിവസം ആ ഒരു കാഴ്ച കണ്ടു. ഞാൻ ഒരു ദിവസം ഇതേപോലെ ഒരു ഇരുളിൻ്റെ അനുഭവത്തിൽ കൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ തമിഴിൽ ഇങ്ങനെ ഒരു പാട്ടെഴുതി, അതിൻ്റെ 2 ചരണം ഞാൻ പാടാമെന്ന് ആഗ്രഹിക്കുന്നു. ഇരുൾ സൂഴ്ന്നിടും വേളൈകളിൽ ഒളിയായി വന്നിടും എൻ ദേവനേ, ഇരുൾ സൂഴ്ന്നിടും വേളൈകളിൽ ഒളിയായി വന്നിടും എൻ ദേവനേ, ഉമ്മൈ നോക്കി വാഴ്ന്നിടുവേൻ, ഒളിയായി വന്നിടും എൻ ദേവനേ, ഉമ്മൈ നോക്കി വാഴ്ന്നിടുവേൻ, ഒളിയായി വന്നിടും എൻ ദേവനേ. കൽവാരിമേട്ടിൽ കാൺകിன்றேனே ഒളിവീസും പ്രകാശമേ, കൽവാരിമേട്ടിൽ കാൺകിன்றேனே ഒളിവീസും പ്രകാശമേ, நேசரின் முகம் பார்க்கையிலே என் வாழ்க்கை ஜொலித்திடுமே, நேசரின் முகம் பார்க்கையிலே என் வாழ்க்கை ஜொலித்திடுமே, உம்மை நோக்கி வாழ்ந்திடுவேன், ஒளியாய் வந்திடும் என் தேவனே, உம்மை நோக்கி வாழ்ந்திடுவேன், ഒളിയായി വന്നിടും എൻ ദേവനേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ജീവിതത്തിൻ്റെ ഏത് കൂരിരുട്ടിലും
ഒരു ജീവൻ്റെ പ്രകാശവുമായി വരുന്ന യേശു നമ്മോട് കൂടെ ഉണ്ട്. ആ ഒരു ഇരുട്ടിൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മെ വെളിയെ കൊണ്ടുവരുവാനും നമ്മളെ സന്തോഷമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കുവാനും ദൈവത്തെ കൊണ്ട് കഴിയും. ആയതുകൊണ്ട് ഞാനിന്ന് ഇരുളിൻ്റെ അവസ്ഥയിലാണ്, അല്ലെങ്കിൽ എല്ലാവരെ കൊണ്ടും തള്ളപ്പെട്ട ഒരവസ്ഥയിലാണ്, അല്ലെങ്കിൽ എന്നെ എൻ്റെ കുടുംബക്കാർ മറന്നു കളഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ മറന്നു കളഞ്ഞു, എൻ്റെ മക്കൾ മറന്നു കളഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ ദുഃഖപ്പെടേണ്ട ആവശ്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തനിച്ചായിരിക്കുന്ന, അല്ലെങ്കിൽ ഒറ്റയ്ക്കായിരിക്കുന്ന ഈ ഒരു ജീവിതത്തിലും കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ മറന്നു കളയണ്ട. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന ഓരോ ഞങ്ങളുടെ പൈതങ്ങളെ അപ്പൻ്റെ കരങ്ങൾ തരുന്നു. കർത്താവെ, ഈ ലോക ജീവിതത്തിൽ നിൻ്റെ മക്കൾ എന്തൊക്കെ പാടുകൾ പെടുന്നുവെന്ന് അടിയൾക്ക് അറിയത്തില്ല, ഏതവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നെന്ന് എനിക്കറിയത്തില്ല. കർത്താവെ, തനിച്ചാണോ കർത്താവെ, ഇരുട്ടിലാണോ, അല്ലെങ്കിൽ വെളിച്ചത്തിലാണോ, അല്ലെങ്കിൽ ദുഃഖത്തിലാണോ, കണ്ണുനീരിലാണോ, ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഏതവസ്ഥയിലും ഏത് സമയവും കർത്താവെ നീ കൂടെ ഇരിക്കുവാനും കർത്താവെ നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ അങ്ങയുടെ വചനവും പ്രസൻസും കർത്താവെ ഈ മക്കളെ ദൈവമേ ആശ്വസിപ്പിക്കുവാൻ അങ്ങ് കൂടെ ഉണ്ടെന്ന് ഇവർ വിശ്വസിച്ചറിവാൻ തക്കവണ്ണമുള്ള ഒരടയാളം ഇവരുടെ ജീവിതങ്ങളിൽ കൊടുത്ത് നീ ഇവരെ ദൈവമേ കയകം താങ്ങി വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നമ്മൾ കർത്താവെ നിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാലും അത് അനുഭവിക്കുവാനുള്ള ഒരു കൃപ ഇവർക്ക് കിട്ടിയാലും കർത്താവെ ഇവർ കർത്താവ് ആശ്വാസം പ്രാപിക്കുമല്ലോ അപ്പ. ആയതുകൊണ്ട് ഇവരുടെ പ്രയാസത്തിൽ നിന്ന് വെളി വരുവാൻ ഒരു അടയാളം ഇവർക്ക് കാണിച്ചു കൊടുത്ത് കർത്താവെ നിൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന് ഇവർക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇവർക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.